HSM മാത്സിന് വേണ്ടി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പഠനം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൊഡ്യൂൾ 6 ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 15 ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ശേഷം മാത്രം അതിൻ്റെ ആൻസേഴ്സ് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ 15 ചോദ്യങ്ങളാണ്. അപ്പോൾ സമയമൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു പരീക്ഷയിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ലഭിച്ച മാർക്കുകൾ തന്നിരിക്കുന്നു, മീഡിയൻ എത്രയാണ്? ഓക്കെ, മീഡിയൻ കാണാനാണ് ചോദ്യം. അപ്പോൾ മീഡിയൻ കാണാനുള്ള ഇക്വേഷനൊക്കെ മൈൻഡിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളതേ മാർക്ക്, ഫ്രീക്വൻസി ഒക്കെ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്നറിയാലോ. അതായത് ഓരോ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി എഴുതുന്നത്. ഇപ്പോൾ 3 + 9 12, 12 + 15 27, 27 + 30 57, 57 + 18 75, 75 + 5 80. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്താണ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ? L + n/2 - CF/f × h അല്ലേ. അപ്പോൾ L എന്താണ്, n/2 എന്താണ്, ഓരോന്നും അറിയണം. അപ്പോൾ n/2 എങ്ങനെ കാണും? n ഇവിടെ എത്രയാണ്? ടോട്ടൽ 80 ആണ്. അപ്പോൾ 80നെ ഇവിടെ n/2 കാണണമല്ലോ. അപ്പോൾ 80/2 എത്രയാണ്? 40. അപ്പോൾ അത് നമ്മുടെ കിട്ടി. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ 40 ആണല്ലോ. ഈ 40 എവിടെയാണ് വരുന്നത്? 27 കഴിഞ്ഞിട്ട് 57ന് മുന്നായിട്ടാണല്ലോ ഈ 40 വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നു ഈ ഒരു ഇൻ്റർവെൽ എടുക്കുന്നു 30 to 40 ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? L എന്ത് വരും? L എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഇൻ്റർവെലിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പം 30 പ്ലസ് പിന്നെ n/2 എന്ന് പറയുന്നത് 40 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ബിഫോർ ആണ്. അപ്പോൾ 27 ഡിവൈഡഡ് ബൈ എഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30. ഓക്കെ, പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇൻറ്റു ഇൻ്റർവെൽ എത്രയാണ്? 30 to 40 എത്രയാണ് ഇൻ്റർവെൽ? 10. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 30 + 40 നിന്ന് 27 കുറച്ചാൽ 13/30 × 10. അപ്പോൾ 130/30. അതിൽ 0 വെട്ടിക്കളഞ്ഞു. അപ്പോൾ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഏകദേശം 4.33 എന്ന് കിട്ടി. സോ അത് ആഡ് ചെയ്താൽ നമുക്ക് 34.33 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. തന്നിരിക്കുന്ന പ്രാപ്തങ്ങളുടെ ഹാർമോണിക് മാധ്യം എത്രയാണ്? അപ്പോൾ പ്രാപ്താംഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 100, 200, 300, 400 അങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഹാർമോണിക് മീൻ കാണാം. എങ്ങനെയാണ് ഹാർമോണിക് മീൻ കാണാം? ഇപ്പോൾ n ഡിവൈഡഡ് ബൈ σ1/xi ഇതാണ് ഹാർമോണിക് മീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് σ1/xi കാണുകയാണ്. അപ്പോൾ എക്സുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കൂട്ടുകാരെ, എക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം അല്ലേ. അപ്പോൾ അറിയാലോ, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ LCM എടുത്തു അല്ലേ. അപ്പോൾ 100, 200, 300, 400ൻ്റെ LCM ഏകദേശം എടുക്കുമ്പോൾ 1 to 100 ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓരോ ന്യൂമറേറ്ററൊക്കെ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 1നെ 12 കൊണ്ട്, ആൻഡ് 2നെ 6 കൊണ്ട്, 3 × 4 ആൻഡ് 4 × 3. ഓക്കെ, പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 12/1200, 6/1200, 4/1200, 3/1200 കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അവ എല്ലാം കൂടി കൂട്ടാം അല്ലേ. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 25/1200 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ കിട്ടിയാലോ. ഇവിടെ ടോട്ടൽ 4 എണ്ണമുണ്ട്. അപ്പോൾ 4/this എന്ത് കിട്ടുമോ? ഇപ്പോൾ അടിയിലുള്ളത് മുകളിലേക്ക് വന്നിട്ട് അപ്പോൾ 4 × 1200/25. ഇപ്പോൾ 4 ×
12 ഇൻറ്റു 100/25. ദെൻ അതിൽ നിന്ന് നമുക്ക് വെട്ടിക്കളയാം. 25 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 4 × 4 × 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 192 എന്ന് നമുക്ക് കിട്ടി. എന്ത് കിട്ടി? 192 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. നെക്സ്റ്റ്, എക്സിന്റെ വിലയും ആവൃത്തിയും തന്നിരിക്കുന്നു. ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? എക്സും ഫ്രീക്വൻസിയും ഒക്കെ തന്നിട്ടുണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3/Q1/2 എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് Q3 അറിയണം, Q1 അറിയണം അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഞാനും സാധാ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അവിടെ കണ്ടുപിടിച്ച് വെക്കുക. അറിയാലോ, ഓരോന്നും കൂട്ടി എഴുതുന്നത് 3 + 12 15 15 + 13 28 അങ്ങനെ കൂട്ടി 48 വരെ എഴുതുക. ഇതൊക്കെ സിമ്പിളായിട്ട് സ്പീഡി ചെയ്യാൻ പഠിക്കണം കേട്ടോ. ദെൻ Q1ന്റെ പൊസിഷൻ ഏതാണ്? n/4 ആൻഡ് Q3യുടെ പൊസിഷൻ ഏതാണ്? 3n/4. അപ്പോൾ ഇവിടെ 48/4 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 12. അപ്പോൾ 12th പൊസിഷനിലുള്ള ആളായിരിക്കും Q1 ആൻഡ് Q3 എന്ന് പറയുന്നത് 3 × 48/4, അതായത് 3 × 12 36. അപ്പോൾ 36 പ്ലേസിലുള്ളതായിരിക്കും Q1. അവ ഏതൊക്കെയാണ്? അപ്പോൾ Q1 ഏതാണ്? 12 പൊസിഷനിലുള്ളത്. അപ്പോൾ 15ന്റെ മുകളിലായിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മൾ 11 എടുത്തു. ആൻഡ് Q3യുടെ പൊസിഷൻ 36 അപ്പോൾ 40യുടെ മുകളിലായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 13 എടുക്കും. ഓക്കെ, ദെൻ നമ്മൾ അതെല്ലാം വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 13/13 - 11/2 ദറ്റ് ഈസ് 2/2 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റായിട്ട് വരുന്നത്. ഒരു ഫ്രീക്വൻസി ഡെൻസിറ്റി കർവ് സാധാരണ കർവിനേക്കാളും കൂടുതൽ ഉയർന്നു വന്നാൽ അതെന്തായിരിക്കും? ഒരു കർവിനേക്കാളും ഏറ്റവും മുകളിലേക്ക് വരുന്നു. അപ്പൊ ഏതാണത് വരാം? ഏറ്റവും ഉയർന്നു കാണാൻ ഈ ഒരു ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഏറ്റവും ഉയർന്നു വരുന്നത് ലെപ്റ്റോകാർട്ടിക് ആണ്, പിന്നുള്ളത് മീസോകാർട്ടിക്, ദെൻ പ്ലാറ്റിക്കാർട്ടിക്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം. ഇതൊക്കെ പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞു പോകാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? R.A. ഫിഷർ. നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏത് സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? പോപ്പുലേഷൻ. 2 തരം ഒജൈവുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നു നേരിട്ട് കാണാവുന്നത് ഏതാണ് മീഡിയൻ. 2 നഗരങ്ങളിൽ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ പെയ്ത മഴയുടെ അളവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഏതു നഗരത്തിനാണ് മഴയുടെ അളവിൽ കൂടുതൽ സ്ഥിരതയുള്ളത് എന്ന് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്? അതായത് അവിടെ വേരിയേഷൻ ആണ് ഏകദേശം നോക്കുന്നത്. ദെൻ ദാറ്റ്സ് ഓപ്ഷൻ സി, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. താഴെ പറയുന്നവയിൽ ഏത് സൂചികയാണ് നെഗറ്റീവ് മൂല്യം ഉൾപ്പെടുന്ന ഡാറ്റയ്ക്ക് അനുയോജ്യം? നെഗറ്റീവ് മൂല്യം ഉൾപ്പെടുന്ന ഡാറ്റയ്ക്ക് അനുയോജ്യം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ജോമെട്രിക് മീൻ. എന്താണ് ജോമെട്രിക് മീൻ എന്നറിയില്ലേ? nth റൂട്ട് ഓഫ് അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പം അതിൽ നെഗറ്റീവ് വരാൻ പാടുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം വരേണ്ടത്. അടുത്ത ചോദ്യം. ഒരു ഗ്രൂപ്പിലെ 25% വസ്തുക്കളുടെ വില 10ൽ കുറവും 25% വസ്തുക്കളുടെ വില 40ൽ കൂടുതലും ആയാൽ കോഎഫിഷ്യന്റ് ഓഫ് കാർട്ടർ ഡീവിയേഷൻ എത്ര എന്നതാണ് ചോദ്യം. അപ്പം എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കാർട്ടർ ഡീവിയേഷൻ? Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. അപ്പം ഇവിടെ നമുക്ക് എന്ത് വേണം? Q3യും Q1 ഒക്കെ വേണം അല്ലേ. അത് ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? Q1 അതായത് വസ്തുക്കളുടെ വില 10ൽ കുറവും 25% വസ്തുക്കളുടെ വില 40ൽ കൂടുതലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ Q1 10ഉം Q3 40 എടുത്തു. ദെൻ അപ്പോൾ 40 - 10/40 + 10 ദാറ്റ് ഈസ് 30/50 ദാറ്റ്സ് ഈക്വൽ ടു 3/5 കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം.
താഴെ പറയുന്നവയിൽ ഏതു തരം ഗ്രാഫാണ് ഒരു കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് അനുയോജ്യമായത്? ഏതാണ് കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്? അത് ഗ്രാമാണല്ലേ. ബാക്കിയുള്ളതൊന്നും ഇൻ്റർവെല്ലിന് വേണ്ടിയിട്ട് എഴുതുന്നതല്ലല്ലോ. ജസ്റ്റ് ഇപ്പോൾ ഹിസ്റ്റോഗ്രാമിലാണ് 10 to 20, 20 to 30 അങ്ങനെ ഇൻ്റർവെൽസ് ഒക്കെ ആയിട്ട് എഴുതുന്നത് ഹിസ്റ്റോഗ്രാമിലാണല്ലോ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. ഒരു വാഹനത്തിൻ്റെ ഒരു ദിശയിലെയും മടക്കയാത്രയിലെയും ശരാശരി വേഗത കാണാൻ അനുയോജ്യമായ രീതി എന്താ? അപ്പോൾ ഇവിടെ 2 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ അവിടെ ഹാർമോണിക് മീൻ ആണ് ചൂസ് ചെയ്യുക. അതായത് 2 എങ്ങനെ കാണും? 2xy/x+y. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷനും. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സാമൂഹിക സാമ്പത്തിക സർവേ നിരന്തരമായി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന അതേതാണ്? NSSO. ഓക്കെ, ഇനി ISI സ്ഥാപിച്ചത് ആരാണ്? PC മഹലനോബിസ്. ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 29. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം. ഓക്കെ, താങ്ക് യു.